22 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയ നീറ്റിൻ്റെ റിസൾട്ട് നോക്കിയിരിക്കെ NTA ഇന്നലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റിൻ്റെ 2026 മെയ് 3 നടന്ന പരീക്ഷ റദ്ദാക്കി. പൊടുന്നനെ 22 ലക്ഷം കുട്ടികളുടെ മേലും അവരുടെ മാതാപിതാക്കളുടെ മേലും ഇടിത്തി വീഴുന്നത് പോലെ ഒരനുഭവമായിരുന്നു അത്. റിസൾട്ട് പ്രതീക്ഷിച്ച് ഇരിക്കുന്ന കുട്ടികൾക്ക് കനത്ത തിരിച്ചടിയായി. മുന്നോട്ടുള്ള വഴി അവരുടെ മുന്നിൽ ഇരുളുന്നത് പോലെ തോന്നുന്നു. കാരണം പരീക്ഷ കഴിഞ്ഞ് പലരും റിസൾട്ട് കാത്തിരിക്കുന്നു. പലരും വിദേശങ്ങളിലേക്ക് കടന്നു. മറ്റുള്ളവർ അവരുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ സഹോദരങ്ങൾക്കോ മറ്റുള്ളവർക്കോ ദാനം ചെയ്തു. കുറേ പേർ മാത്രം ഈ രംഗത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരെല്ലാം ഇതുമായിട്ടുള്ള ബന്ധം വിട്ട് പലയിടത്തും ആയിക്കഴിഞ്ഞു. ഈ കുട്ടികൾ എങ്ങനെ നീറ്റിൻ്റെ മാറ്റിവെച്ച പരീക്ഷ എഴുതും? എത്രയോ പേരുടെ നീറ്റ് എന്ന സ്വപ്നമാണ് സുരക്ഷാ പിഴവ് മൂലം നഷ്ടപ്പെട്ടു പോകുന്നത്. ആ കുട്ടികളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ കരിപിടിപ്പിച്ച നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിലെ പിഴവ് അതെല്ലാം മാറ്റേണ്ട സമയമായിരിക്കുന്നു. ഗവൺമെൻറ് പ്രസ്സിൽ പ്രിൻ്റ് ചെയ്ത നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 10 ലക്ഷം രൂപ നൽകി അവിടുത്തെ ഒരു ജീവനക്കാരിൽ നിന്നും അത് വാങ്ങി വിവിധ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്ത് അതൊടുവിൽ കേരളത്തിലെത്തി. അങ്ങനെ അത് കംപ്ലൈൻ്റായി ഒടുവിൽ CBI കേസ് രജിസ്റ്റർ ചെയ്യുന്നത് വരെ എത്തി കാര്യങ്ങൾ. ഇത്രയും വലിയ ഒരു പരീക്ഷ നടത്തുമ്പോൾ എടുക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ടതുപോലെ ഫലിച്ചിട്ടില്ല എന്നതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. 22 ലക്ഷം കുഞ്ഞുങ്ങളുടെ മനസ്സിലെ തീ അറിയാവുന്ന മാതാപിതാക്കൾക്കറിയാം ഈ സിസ്റ്റത്തിലുണ്ടായ അപചയത്തിൻ്റെ ആഴം എത്രയുണ്ടെന്ന്.